നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും രാജുവിന്റെ സമയം തെളിഞ്ഞു വരിക. അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല, അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ഭക്ഷണം വിളമ്പാന്ന് പറഞ്ഞ ഈ രാധമ്മ സമ്മതിക്കില്ല. എന്നെ അമ്മ സമ്മതിക്കില്ല മാഡം. അത് രാധമ്മയ്ക്ക് പണ്ടുള്ള ശീല. അവൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ താല്പര്യം മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതില. അത് അച്ഛൻ പറഞ്ഞത് ശരിയാ. പല ദിവസവും ഭക്ഷണം വിളമ്പി കൊടുത്തു കഴിയുമ്പോ ചിലപ്പോ രാധമ്മയ്ക്ക് ഭക്ഷണം ബാക്കി വരാറില്ല. എല്ലാവരും രുചികാരനെ വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും. ഒടുവിലറിയുന്നത് ഭക്ഷണം തീർന്നു പോയിന്ന്. എന്നാലും ഇവൾക്ക് പരാതിയില്ല. മറ്റുള്ളവരുടെ മനസ്സും വയറും നിറയുന്നതാ ഇവൾക്ക് സന്തോഷം എന്നാ ഇവൾ പറയണത്. പക്ഷേ ഇപ്പൊ ഞാനെന്തും എന്റെ പാത്രത്തില് കുറച്ച് ഭക്ഷണം ബാക്കി വെക്കും. ഇവളെന്തിനാ ബാക്കി വെക്കണെന്ന് ചോദിച്ചാ എനിക്ക് മതിയായി എന്ന് പറയും. പക്ഷേ ആ ബാക്കി ഇവൾക്ക് കൊടുക്കാനുള്ളതാ. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോ പണ്ടേ ഞാൻ ഇവിടേക്ക് വരേണ്ടതായിരുന്നു ചിന്തിച്ചു പോവാ. ആ വിളമ്പി കഴിഞ്ഞില്ലേ? നീരിക്കടി. നിങ്ങൾ കഴിക്ക്, ഞാൻ ഒടുവിൽ കഴിച്ചോളാം. അത് പറ്റില്ല, രാധ മൂടിയിരിക്കെ. അതെ, അമ്മ കൂടി ഇരിക്കെ. എല്ലാരും കൂടി ഇരുന്ന് കഴിക്കുമ്പോഴല്ലേ ഒരു രസം. ആ ഇരിക്കമ്മേ. രാധമ്മേ, ഈ മാങ്ങാ ചമ്മന്തി നല്ല രസമുണ്ടല്ലോ. ഇതിന്റെ റെസിപ്പി എന്താ എന്നെ പഠിപ്പിക്കാത്ത? എല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചാലേ അത് മനസ്സിൽ നിൽക്കില്ല. കുറേശ്ശെ കുറേശ്ശെ പഠിപ്പിച്ചുതരാം. അതുമല്ല, മാങ്ങയുടെ സീസൺ ഇപ്പോഴല്ലേ തുടങ്ങിയത്. അത് നേരെ അറിയാം മാഡം. മാങ്ങയുടെ സീസൺ തുടങ്ങിയാലേ മാങ്ങാ അച്ചാറുകളുടെയും മാങ്ങാ ചമ്മന്തികളുടെയും വിവിധതരം വെറൈറ്റികളാ ഇവിടെ. രാധമ്മേ, ഇത്തിരി ചമ്മന്തി കൂടി. ഈ ചമ്മന്തി എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ റെസിപ്പി നാളെ തന്നെ എന്നെ പഠിപ്പിച്ചു തരണം. ഓ, ഇതിന്റെ റെസിപ്പി ദുബായ് കമ്പനിക്ക് അയച്ചു കൊടുക്കുമ്പോ കിട്ടുന്ന പ്രതിഫലത്തിൽ നിന്ന് രാധമ്മയ്ക്ക് ഞാനൊരു പട്ടുസാരി വാങ്ങിത്തരും. എനിക്ക് അതൊന്നും വേണ്ട മോളെ. ഞാനേ ഈ പട്ടുസാരിയെ കൊടുത്ത് എവിടെ പോവാനാ? ആ, ഇനി കിട്ടുന്ന പൈസയൊക്കെ മോള് ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരുന്നാ മതി. കുറെ കഴിയുമ്പോ അത് വലിയൊരു തുകയാവും. ഇന്നാള് കിട്ടിയ പൈസയൊക്കെ മോള് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ചെലവാക്കിയത്. ഇനി അത് വേണ്ട. നിങ്ങൾക്കും ഒരു സമ്പാദ്യം വേണം. അയ്യോ സോറി, നിങ്ങള് കഴിച്ചു തുടങ്ങിയല്ലേ? സാരില്ല, ഞാൻ കൊണ്ടുവന്ന കറിയുടെ വിളമ്പിത്തരാം. എന്ത് കറിയാ മോളെ? ചിക്കൻ കറിയാ, ഞാനുണ്ടാക്കിയതാ. അടിപൊളി ടേസ്റ്റാ. അയ്യോ മോളെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വ്രതാ. അല്ല, എന്തിനാ വ്രതം എടുക്കുന്നെ? നാളെ കാവില് വിളക്ക. നാളെ കാവില് കൊണ്ടുപോകാനായിട്ട് 2 ഇടങ്ങഴി പായസച്ചോറുണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും അതിന്റെ വ്രതാ. അയ്യോ, ഞാനുണ്ടാക്കിയതാ ഇത്. എനിക്കേ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാൻ അറിയാം. അന്ന് മത്സരത്തിലേ ഞാൻ പങ്കെടുത്തിരുന്നെങ്കിൽ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. പക്ഷെ എന്ത് ചെയ്യാൻ, എന്റെ വിവാഹം കഴിയാത്തോണ്ട് എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. ഇവക്ക് നേരെ ഒരു ചായ ഇടാൻ പോലും അറിയില്ല. ഈ ചിക്കൻ കറി തന്നെ ആ രുക്മിണി ആന്റി ഉണ്ടാക്കിയതായിരിക്കും. എന്നിട്ട് പൊങ്ങച്ചത്തിന് ഒരു കുറവുമില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ചിക്കൻ കറിയെ ഇവിടുത്തെ ഫ്രിഡ്ജിൽ വെക്കാം. നാളെ ചൂടാക്കി കഴിക്കാം. രമ്യ, വേണ്ട മോളെ.
വ്രതായതുകൊണ്ട് ഞങ്ങൾ മീൻ പോലും വാങ്ങിയിട്ടില്ല. മോള് ഇത് തിരികെ കൊണ്ടുവയ്ക്കൂ. അല്ല രാധമ്മേ, ഈ വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നേർച്ച നേർന്നിരിക്കുന്നേ? ഫുഡ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തുകൊണ്ട് ഋതിക മോൾക്ക് കുറച്ച് പണം കിട്ടിയല്ലോ. ആ കാശുകൊണ്ട് ഞങ്ങളുടെ കുറെ കഷ്ടപ്പാടുകൾ തീർന്നു. അതുകൊണ്ട് നേർന്നതാ. ആ എന്നാ ശരി, ഞാൻ പോകുന്നു. അതാ നല്ലത്. മോള് വേറൊന്നും വിചാരിക്കണ്ട. ഇതൊക്കെ രമ്യയുടെ അടവാ. രാജു ഒരു കല്യാണം കഴിച്ചിട്ടും പിന്നെ അവന്റെ പുറകെ നടക്ക. അപ്പൊ നിനക്ക് രമ്യ ചിക്കൻ കറി ഉണ്ടെന്നതിന്റെ രഹസ്യം മനസ്സിലായോ? അത് പിന്നെ ആർക്കാ മനസ്സിലാവാത്തത്? അവൾക്ക് ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തണം. പിന്നെ രാജുവിനെയും പാട്ടിലാക്കണം. അതിനാ ചിക്കൻ കറിയും കൊണ്ടുള്ള ഈ വരവ്. നാണം കെട്ട് മടങ്ങി പോയല്ലോ. കുറച്ചു നാളായിട്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. വീട്ടിലിരുന്നിട്ടേ ഇരിപ്പുറക്കണ്ടാവൂല. അല്ല എന്തു പറയാൻ. ആ മോളെ കുറച്ചു അയ്യോ മതി രാധമ്മ, ഇപ്പൊ തന്നെ എന്റെ വയറ് നിറഞ്ഞു. ആ എന്തായാലും രാജുവിന്റെ സമയം തെളിഞ്ഞു വരിക. അതെന്താ അങ്ങനെ പറഞ്ഞു? അല്ല, അതിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാലും യാമിനി അമ്മയെ കൊണ്ട് അമ്മാവനോട് ഉള്ളതൊക്കെ പറയിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ അമ്മേ. അവളെ നമ്മൾ കരുതിയിരുന്നത് പോലെ ഒരു പൂച്ചക്കുഞ്ഞല്ല ദീപകെ. യാമിനി പഠിച്ച കള്ളിയാ. സംസാരിച്ച് നിൽക്കാനും മീനിനെ പോലെ വഴുതി പോകാനും അറിയാം. പക്ഷെ അവൾ ഉടനെ എന്റെ വലയിൽ വന്ന് വീഴും, അതുറപ്പാ. എടാ മോനെ, ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴി. ഏത് വഴിയിൽ കൂടി പോയാലും അവസാനം ലക്ഷ്യത്തിലെത്താം. അത്രേ ഉള്ളൂ. ആരാമേ? ആ ഇതവളാ, ആ രമ്യ. സി ഐ ഡിക്ക് പറയാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ കാണും. അമ്മ കോൾ എടുക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.